നമസ്കാരം. പിറന്നാളിന് കുപ്പായം വാങ്ങാൻ അച്ഛനൊപ്പം പോകാൻ ഒരുങ്ങി നിൽക്കുന്നതിനിടെ 4 വയസ്സുകാരൻ മാത്യുവിന്റെ കാലൊന്ന് വഴുതി. 1-ാം നിലയിൽ നിന്ന് അവൻ താഴേക്ക് വീണു. പിന്നെ കണ്ണു തുറന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ആലുവ രാജഗിരി ആശുപത്രിയിലെ ഡോക്ടർമാർക്കും നഴ്സുമാർക്കുമൊപ്പം മാത്യു ജന്മദിന മധുരം നുണഞ്ഞു. പിറന്നാൾ കുപ്പായം സ്വപ്നം കണ്ടു നിൽക്കെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന സഹോദരിയോട് യാത്ര പറയുന്നതിനിടെ കാൽ വഴുതി മാത്യു അബദ്ധത്തിൽ താഴേക്ക് വീഴുകയായിരുന്നു. ആദ്യം സൺഷേഡിലും തുടർന്ന് മുറ്റത്തേക്കും തെറിച്ചു വീണു. നിലവിളി കേട്ട് തമിഴ്നാട് സ്വദേശി അൻപുരാജും ഭാര്യയും ഓടിച്ചെല്ലുമ്പോൾ മകന് ബോധമില്ലായിരുന്നു. കുഞ്ഞിന്റെ ജീവനായി അവിടെ ഒരു പറ്റം ആംബുലൻസ് ഡ്രൈവർമാർ കൈകോർത്തു. ആദ്യം തൃപ്പൂണിത്തുറയിലും തുടർന്ന് കളമശ്ശേരി രാജഗിരി ആശുപത്രികളിലേക്കും കുഞ്ഞുമായി അവർ പാഞ്ഞു. തൃപ്പൂണിത്തുറയിലെ ആശുപത്രിയിൽ എത്തിച്ചാണ് പ്രാഥമിക ചികിത്സ നൽകിയത്. തുടർന്ന് കളമശ്ശേരിയിലെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. കളമശ്ശേരിയിലേക്കുള്ള യാത്രക്കിടയിൽ വീണ്ടും കുഞ്ഞിന് അനക്കം നഷ്ടമായി. മാതാപിതാക്കളുടെ നിലവിളികൾക്കിടയിൽ കുഞ്ഞിന് സമയോചിതമായി CPR നൽകിയത് ആംബുലൻസിന്റെ സഹഡ്രൈവർ ജോമോനായിരുന്നു. ജോമോന്റെ പരിശ്രമം ഒടുവിൽ വിജയം കണ്ടു. കുഞ്ഞ് കണ്ണു തുറക്കുകയും ഛർദ്ദിക്കുകയും ചെയ്തു. കളമശ്ശേരിയിലെ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയ്ക്ക് ഒടുവിൽ കുഞ്ഞിന് വെന്റിലേറ്റർ പിന്തുണ ഏർപ്പെടുത്തി. തുടർന്നാണ് വിദഗ്ധ പരിശോധനയ്ക്കായി ICU സംവിധാനമുള്ള ആംബുലൻസിൽ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റിയത്. കളമശ്ശേരിയിൽ നിന്നുള്ള യാത്രയിൽ കുഞ്ഞിന് അകമ്പടിയായി 3 മിനി ആംബുലൻസുകളും വഴിയൊരുക്കാനായി ജംഗ്ഷനുകളിൽ ഓട്ടോ ഡ്രൈവർമാരും നിരത്തിലിറങ്ങി. രാജഗിരി ആശുപത്രിയിൽ കുട്ടികളുടെ തീവ്രപരിചരണ വിഭാഗത്തിൽ മാത്യുവിനെ അഡ്മിറ്റ് ചെയ്തു. പീഡിയാട്രിക് ICU ന്യൂറോ സർജറി വിഭാഗത്തിലെ ഡോക്ടർമാർ ചികിത്സയിൽ പങ്കാളികളായി. സാവധാനത്തിൽ വെന്റിലേറ്റർ പിന്തുണ നീക്കിയതോടെ മാത്യുവിനെ കുട്ടികളുടെ വാർഡിലേക്ക് മാറ്റി. പ്രാഥമിക ചികിത്സയും വേഗത്തിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ എത്തിക്കാൻ കഴിഞ്ഞതും സങ്കീർണതകൾ ഒഴിവാക്കാൻ സഹായകരമായെന്ന് ഡോക്ടർ സൗമ്യ മേരി തോമസ് പറഞ്ഞു. തൃപ്പൂണിത്തുറ ഏരൂരിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് അൻപുരാജും കുടുംബവും. ഇവരുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കി ചികിത്സാ ചെലവ് ഏറ്റെടുത്ത് ആശുപത്രി മാനേജ്മെന്റും വണ്ടി വാടക ഒഴിവാക്കി ആംബുലൻസ് ഡ്രൈവർമാരും കൂടെ നിന്നു. 5 ദിവസത്തെ ആശുപത്രി വാസത്തിനൊടുവിൽ മാത്യുവിനോടൊപ്പം കുടുംബം വീട്ടിലേക്ക് മടങ്ങി. മാത്യുവിന്റെ ജന്മദിനാഘോഷം കഴിഞ്ഞ് രാജഗിരി ആശുപത്രിയിൽ നിന്ന് മടങ്ങുമ്പോൾ അൻപുരാജ് പറഞ്ഞു, നീങ്കെ അൻപാർന്ന മനിതർ. വരുന്ന വഴിക്കാണ് കൊച്ചു സിക്കായത്. കുഞ്ഞ് സിക്കാവുകയും വിളിച്ചിട്ട് അനക്കമില്ലാതിരിക്കുക, ബോധം പോയ അവസ്ഥയിലായിരുന്നു. അന്നേരമാണ് കുഞ്ഞിന് നമ്മൾ CPR ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. CPR സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുഞ്ഞ് ഉണർന്നു വരികയും ചെയ്ത് കുഞ്ഞ് ഛർദ്ദിക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് നല്ല ബ്ലോക്കും ഉണ്ട്. അപ്പോൾ കളമശ്ശേരി എടുക്കാറായപ്പോഴത്തേക്ക് വീണ്ടും കുഞ്ഞ് സിക്കായി പഴയ ഒരു ഇതിലോട്ട് പോയി. കുഞ്ഞിനെ വിളിച്ചിട്ട് അനക്കമില്ല. കുഞ്ഞിൻ്റെ പേര് മാത്യു. അപ്പോൾ കുഞ്ഞിനെ കുറേ വട്ടം ഞങ്ങൾ വിളിച്ചു. 4 വയസ്സേ ഉള്ളൂ. കണ്ണിങ്ങനെ ബൈക്കിലോട്ടായിപ്പോയി. അപ്പോൾ വീണ്ടും ഞങ്ങൾ വിളിക്കാൻ നോക്കിയിട്ട് അനക്കമില്ലെന്ന് കണ്ടപ്പോഴത്തേക്ക് ഞാൻ CPR കൊടുത്തു. അന്നേരം കുഞ്ഞ് ഇതായി. അന്നേരം രണ്ടാമത് ഛർദ്ദിച്ചു. ഒരു കുട്ടിയുണ്ട്, വെന്റിലേറ്ററാണ്. ആ ഒരു കേസ് മാത്രം നമുക്ക് അറിയത്തുള്ളായിരുന്നു. ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയുന്നില്ല. പിന്നെ നല്ല തിരക്കുള്ള സമയം. ഞങ്ങൾക്ക് കളമശ്ശേരിയിൽ തന്നെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആംബുലൻസിൻ്റെ 2 വണ്ടി പൈലറ്റ് ഉണ്ടായിരുന്നു. അവരാണ് നമ്മളെ വഴിയൊക്കെ ഒരുക്കുക. കാരണം അവിടുന്ന് ഇറങ്ങുമ്പോൾ മുതൽ ആംബുലൻസുകാർ മാത്രമല്ല, ഓട്ടോക്കാരും പിന്നെ യൂണിയൻ തൊഴിലാളികൾ എല്ലാവരും ഉണ്ട്. ആ ഇടുങ്ങിയ റോഡാണല്ലോ, അപ്പോൾ നമുക്ക് വണ്ടി കൊണ്ട് അത്ര സ്പീഡിൽ വരാൻ പറ്റത്തില്ല. അപ്പം ആ അവസ്ഥയിൽ ഫുൾ ഇൻഫ്രായിന്നും ഇൻഡസ്ട്രിയൽ ഏരിയ അല്ലേ, അവിടെ നിന്നുള്ള യൂണിയൻകാരും എല്ലാ ആ പ്രദേശത്തെ ലോക്കലായിട്ടുള്ള മുഴുവൻ പേരും ഉണ്ടായിരുന്നു. ആ റോഡിൽ തന്നെ ഉണ്ടായിരുന്നു. சொல்றியா? சொல்றியா? தேங்க்ஸ் சொல்றியா? கூப்பிடுறேன் உங்களுக்கு. தேங்க்யூ சொல்லணும். ட்ரெஸ் பண்ணி கொடுத்துருவாங்க. சிரிச்சு சொல்லு. தேங்க்யூ சொல்லு. சொல்ல முடியா? இதே கவுண்ட் பண்ணிட்டுருக்காங்க. கையை இப்படி வச்சுக்கோ. வச்சுக்கோ கையை. நீ சொல்லு மாத்தி. நீ சொல்லு. தேங்க்யூ சொல்லு. தேங்க்யூ சொல்லு. சொல்லு. அப்படின்னா நீ பேட் பாய். மேத்யூ வந்து பேட் பாய். குட் கேர்ள் தான். ஓகேவா? போ. சைன் பண்ணுங்க. சைன். இந்த பேக்ல உங்களுக்கு சின்னதாக தமிழ்ல எழுத முடியுமா?